ചേട്ടാ കാന്തയുടെ ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. കാന്തയുടെ ട്രെയിലർ ഒരു അനുഭവമായിരിക്കും കേട്ടോ. ഒരു ദുൽഖർ പഠിച്ചാണ് ചെയ്തിരിക്കുന്നത്. പഴയ ഒരു തമിഴ് നടനുണ്ട് MK ത്യാഗരാജ ഭാഗത്തുറന്ന് പുള്ളിയുടെ കഥയാണെന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. പുള്ളി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു പുള്ളി. പുള്ളിയുടെ പടമാണ് ആദ്യമായിട്ട് 3 വർഷം ഒരു തമിഴ് പടം ഓടുന്നത്. 3 വർഷം അടുപ്പിച്ച് പുള്ളിയുടെ പടമാണ് ഓടിയത്. അത് കഴിഞ്ഞ് അത് പിന്നെ വന്നത് നമ്മുടെ രജനീകാന്ത് ചന്ദ്രമുഖി കൂടെയാണ്. ആ റെക്കോർഡ് തകർക്കാൻ പറ്റിയത് അത്രയും വർഷം കഴിഞ്ഞ്, അതായത് 65 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ആ റെക്കോർഡ് പുള്ളിയുടെ തകർക്കാൻ കഴിഞ്ഞത്. ആ പുള്ളിയുടെ കഥയാണെന്നാണ് അറിഞ്ഞിരുന്നത്. ഏതായാലും നല്ല പഠിച്ച് ചെയ്താൽ നല്ല കിടിലം പടമായിരിക്കും. ട്രെയിലറൊക്കെ കിടിലം അടിപൊളിയായിട്ടുണ്ട്. ട്രെയിലർ ദുൽഖർ തകർത്തിട്ടുണ്ട് ട്രെയിലറിൽ. ഏതായാലും പ്രതീക്ഷിക്കുന്നു കാന്ത. അതാണ് പുള്ളി ചെയ്യുമ്പോഴത്തേ അറിയാമല്ലോ, പെർഫെക്ഷൻ ആയിട്ടേ പുള്ളി ചെയ്യുള്ളൂ, ദുൽഖർ ചെയ്യുള്ളൂ. ഏതായാലും വളരെ ഭയങ്കര പ്രതീക്ഷയാണ് കാന്തയിൽ. ഏതായാലും ട്രെയിലർ ഏതായാലും അടിപൊളി ട്രെയിലറായിട്ടുണ്ട്. കാത്തിരിക്കുന്നു കേട്ടോ, കാത്തിരിക്കുന്നു കാന്ത. ഏതായാലും ദുൽഖർ മോശം ചെയ്യല്ലോ, നമുക്കറിയാമല്ലോ ദുൽഖറിൻ്റെ ഇത്. ഏതായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാന്ത കേട്ടോ. ഓക്കെ. കാന്ത ട്രെയിലർ അടിപൊളി. കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം ദുൽഖറിൻ്റെ ഇതുവരെ കാണാത്ത ഇത് വേറിട്ടൊരു രൂപം പോലെ. കാരണം ആ സ്റ്റൈൽ തന്നെ കണ്ടല്ലോ, മീശയും ആ ലുക്കും ആ കോട്ടും ഷൂട്ടും എല്ലാം കാണുമ്പോൾ ഒരു അടിപൊളി കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയത്. ഈ 14-ാം തീയതി എന്തായാലും നമ്മുടെ ദുൽഖർ തൂക്കുന്നുള്ളൊരു ഉറപ്പാണ്. കാരണം തിയേറ്റർ ഇളകി മറിയും, അത്രക്ക് സംഭവമായിരിക്കും. കാരണം ചിലപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഫൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഫൈറ്റൊക്കെ അടിപൊളിയാണ്. പിന്നെ അടുത്ത തെലുങ്കിൽ സൂപ്പർ സ്റ്റാർ എന്തായാലും ദുൽഖറാണ് എന്നുള്ള കാര്യത്തിന് 100% ഉറപ്പാണ് ഞാൻ തന്നെ ഇരിക്കുന്നു. കാരണം അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖറിൻ്റെ എല്ലാ പടം ഇപ്പോൾ ലോക ആയാലും, അതായത് ദുൽഖർ നായകനല്ലെങ്കിലും ദുൽഖർ ഇറക്കിയ പടം വേഫെയർ ഫിലിംസാണ്. ലോക ആയാലും മറ്റുള്ള പടങ്ങളാണെങ്കിലും അത് അടിപൊളി പടമാണ്. അല്ല, ദുൽഖറിൻ്റെ എല്ലാ പടങ്ങളും വിജയിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ പടം വിജയിക്കും. കാരണം ദുൽഖറിൻ്റെ ഇറങ്ങുന്ന പടങ്ങളെല്ലാം സൂപ്പറാണ്. അതെ അതെ, ഭയം പ്രതീക്ഷയാണ്. അത് നമുക്ക് കാണാം. എന്തായാലും 14-ാം തീയതി റിലീസാണല്ലോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും. കത്തും, എന്തായാലും തിയേറ്റർ കത്തും. ക്വാളിറ്റി അടിപൊളി, ഗ്രാഫിക്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എല്ലാം ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക് അതെല്ലാം BGM എല്ലാം സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ DJs എല്ലാം ഇതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ദുൽഖർ എന്തായാലും കത്തും. നമ്മുടെ ഈ 14-ാം തീയതി എന്തായാലും ദുൽഖറെ കത്തിക്കുള്ളൂ. എന്തായാലും ഈ 14-ാം തീയതി എന്തായാലും കാന്തയായിരിക്കും. ചിലപ്പോൾ ഇത്രയും ദിവസം ലോകയായിരുന്നല്ലോ, ലോക ഭയങ്കര ചർച്ചാ വിഷയം ചെയ്തായിരിക്കും. അപ്പോൾ അതുപോലെ ഇനി അടുത്തത് കാന്തയായിരിക്കും ദുൽഖറിൻ്റെ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം ദുൽഖറിൻ്റെ കാന്ത. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. കപ്പിൾസായിട്ട് ഫാമിലി ആയിട്ട് എല്ലാവരും എൻജോയ്മെൻറ്റ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ്. ലോക പോലെ തന്നെ ഇത് ലോക പോലെ ഇത് കമ്പയർ ചെയ്യേണ്ട, അതിട്ട് വേറിട്ടൊരു സിനിമയായിരിക്കും. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. ഈ 14-ാം തീയതിയാണ് റിലീസ്. ഓക്കെ, താങ്ക് യു.